Hi, in this lecture we are going to discuss about gain and impedance using H parameter AC equivalent circuit. Common emitter amplifier inde AC equivalent circuit ആണ് നമ്മൾ ഇവിടെ വരച്ചിട്ടുള്ളത്. ഈ ഒരു ആംപ്ലിഫയർ സർക്യൂട്ടിൽ നമ്മൾ ബൈപ്പാസ് കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബൈപ്പാസ് കപ്പാസിറ്റർ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മളുടെ RE റെസിസ്റ്റൻസ് ഷോർട്ട് സർക്യൂട്ടഡ് ആയിട്ടാണ് നമ്മളുടെ ഇക്വാലന്റ് സർക്യൂട്ടിൽ വരുന്നിട്ടുള്ളത്. Okay, here you can see നമ്മൾ എന്താ ചെയ്യുന്ന AC equivalent circuitsൽ all the DC sources are grounded, then all capacitors are short circuited. Okay, അപ്പോൾ കപ്പാസിറ്റേഴ്സ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ DC സോഴ്സസിനെ ഗ്രൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കേസ് കൊണ്ട് തന്നെ നമ്മളുടെ ബൈപ്പാസ് കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ടഡ് ആണ്, നമ്മളുടെ RE റെസിസ്റ്ററിന് ഷോർട്ട് സർക്യൂട്ടഡ് ആണ്. സോ നമ്മളുടെ എമിറ്റർ ഡയറക്ട്ലി ഗ്രൗണ്ടിനോട് കണക്റ്റഡ് ആണ് AC ഇക്വാലന്റ് സർക്യൂട്ടിൽ. സോ ഇതാണ് നമ്മുടെ AC ഇക്വാലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു AC ഇക്വാലന്റ് സർക്യൂട്ടിന്റെ എച്ച് പാരാമീറ്റർ മോഡൽ നമ്മൾ വരക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ആദ്യം എന്ത് വേണം? ട്രാൻസിസ്റ്ററിന്റെ ഇക്വാലന്റ് സർക്യൂട്ട് വേണം. ട്രാൻസിസ്റ്ററിന്റെ ഇക്വാലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇതാണ് ട്രാൻസിസ്റ്ററിന്റെ ഇക്വാലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഹിയർ യു ക്യാൻ സി നമുക്ക് ട്രാൻസിസ്റ്ററിന് 3 ടെർമിനൽസ് ആണുള്ളത്. ഒരു ബേസ് ഉണ്ട്, കളക്ടർ ഉണ്ട്, എമിറ്റർ ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു ഇക്വാലന്റ് സർക്യൂട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ബേസ് എമിറ്റർ ആണ് നമ്മുടെ ഇൻപുട്ട് ടെർമിനൽ എന്ന് പറയുന്നത്, കളക്ടർ എമിറ്റർ ആണ് നമ്മുടെ ഔട്ട്പുട്ട് ടെർമിനൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളുടെ BJTയുടെ ഇക്വാലന്റ് സർക്യൂട്ട് ആണ് നമ്മളിവിടെ എച്ച് പാരാമീറ്റർ ഇക്വാലന്റ് സർക്യൂട്ട് ആണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. HIE എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് ഇംപിഡൻസ്, HRE എന്ന് പറയുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ റിവേഴ്സ് വോൾട്ടേജ് ഗെയിൻ ആണ്. Vout എന്ന് പറയുന്നതാണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്, അത് VCE വരും. HFE എന്ന് പറയുന്നത് ഫോർവേഡ് കറണ്ട് ഗെയിൻ, IB ആണ് നമ്മുടെ ഇൻപുട്ട് കറണ്ട്. HOE എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട് അഡ്മിറ്റൻസ്. ഓക്കെ, സോ നമ്മളിവിടെ റെസിസ്റ്റർ ആയിട്ട് മെൻഷൻ ചെയ്തുകൊണ്ടാണ് 1/HOE എന്ന് പറയുന്നത്. ഈ ഒരു ട്രാൻസിസ്റ്ററിന്റെ ഇക്വാലന്റ് സർക്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ എച്ച് പാരാമീറ്റർ ഇക്വാലന്റ് സർക്യൂട്ട് വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ട്രാൻസിസ്റ്ററിന് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ ഒരു ഇക്വാലന്റ് സർക്യൂട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, സോ ഹിയർ വി ഹാവ് ദ വോൾട്ടേജ് സോഴ്സ്, നമ്മുടെ സോഴ്സ് റെസിസ്റ്റൻസ് ഉണ്ട്, അതേപോലെ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്ങിന്റെ 2 റെസിസ്റ്റേഴ്സ് R1 R2 ഉണ്ട്. ഓക്കെ, ദെൻ വി ഹാവ് ദ ഇക്വാലന്റ് സർക്യൂട്ട് ഓഫ് ദ ട്രാൻസിസ്റ്ററിന്റെ എച്ച് പാരാമീറ്റർ ഇക്വാലന്റ് സർക്യൂട്ട് ആണ് ഈ വരച്ചിട്ടുള്ളത്, നമ്മൾ നേരത്തെ കണ്ടത്. അതേപോലെ തന്നെ നമ്മളുടെ RC റെസിസ്റ്റൻസ് ഉണ്ട്, കളക്ടർ റെസിസ്റ്റൻസ്, അതേപോലെ നമ്മുടെ ലോഡ് റെസിസ്റ്റൻസ് RL ഉണ്ട്. ഇത്രയും കാര്യങ്ങളുണ്ട്. നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത് നമ്മളുടെ ഇൻപുട്ട് ടെർമിനലിലാണ്. ഇവിടെയാണ് നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്. നമ്മളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത് നമ്മളുടെ ഔട്ട്പുട്ട് ടെർമിനൽസിൽ നിന്നാണ്. ഓക്കെ, Vout എന്ന് പറയുന്നത് ലോഡ് റെസിസ്റ്ററിന് അക്രോസ്. ഓക്കെ, അത്ര കാര്യങ്ങളാണ് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ ദിസ് ഈസ് ദ കോമൺ എമിറ്റർ ആംപ്ലിഫയർ AC equivalent circuit without emitter bypass capacitor. വിത്തൗട്ട് എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് REക്ക് അക്രോസ് കപ്പാസിറ്റർ ഇല്ല. സോ ഈ AC equivalent സർക്യൂട്ട് ആകുമ്പോൾ നമ്മൾ CE കപ്പാസിറ്ററിനെ ഷോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ RE റെസിസ്റ്റൻസ് ഇക്വാലന്റ് സർക്യൂട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ വിത്തൗട്ട് ബൈപ്പാസ് കപ്പാസിറ്റർ ആവുന്ന ടൈമിൽ നമ്മുടെ AC ഇക്വാലന്റ് സർക്യൂട്ടിൽ RE റെസിസ്റ്റൻസും കൂടെ വരും. ഓക്കെ, സോ ഈ ഒരു RE റെസിസ്റ്റൻസ് വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ എച്ച് പാരാമീറ്റർ ഇക്വാലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഈ രീതിയിലാണ് നമുക്ക് വരക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ നമ്മളുടെ എമിറ്റർ ടെർമിനൽ ഇതാണ്, നമ്മുടെ എമിറ്റർ ടെർമിനൽ നമ്മുടെ ഇക്വാലന്റ് സർക്യൂട്ടിന്റെ. സോ എമിറ്റർ ടെർമിനലിൽ നമുക്കൊരു അഡീഷണൽ RE റെസിസ്റ്റൻസും കൂടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? വരക്കേണ്ടി വരും. ഓക്കെ, സോ ഒരു അഡീഷണൽ RE റെസിസ്റ്റൻസ് കൂടെ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഈ ഒരു നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് ZB ആണ്. ടോട്ടൽ സർക്യൂട്ടിന്റെ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് Zin ആണ്. ഓക്കെ, നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് ZC ആണ്. ടോട്ടൽ ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് Zout ആണ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു സെഷനിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് വോൾട്ടേജ് ഗെയിൻസ് ആൻഡ് കറണ്ട് ഗെയിൻ, ദെൻ ഇൻപുട്ട് ഇംപിഡൻസ്, ഔട്ട്പുട്ട് ഇംപിഡൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. എച്ച് പാരാമീറ്റർ മോഡൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫസ്റ്റ് കാൽക്കുലേഷൻ. ഫസ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഇൻപുട്ട് ഇംപിഡൻസ്. നമ്മൾ ആദ്യം കണ്ടെത്താൻ പോകുന്നത് ഇൻപുട്ട് ഇംപിഡൻസ് ആണ്. സോ റൈറ്റ് ഇൻപുട്ട് ഇംപിഡൻസ്, ഇൻപുട്ട് ഇംപിഡൻസ്.
ഓക്കെ, നമ്മൾ ആദ്യം കണ്ടെത്താൻ പോകുന്ന ഇൻപുട്ട് ഇംപിഡൻസ് ആണ്. ഇൻപുട്ട് ഇംപിഡൻസ് കണ്ടെത്താൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ട്രാൻസിസ്റ്റർ ഇക്വാലന്റ് സർക്യൂട്ടിലേക്ക് വരിക. സോ ഇവിടെ ഇതിന്റെ ഇൻപുട്ട് ടെർമിനലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹിയർ യു ക്യാൻ സി, ഇഫ് യു ആർ ലുക്കിംഗ് ഇൻ ദിസ് ഡയറക്ഷൻ വി ക്യാൻ സി HIE is connected in series with HRE അല്ലെ. HRE വി ഔട്ടുമായിട്ട് HIE സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നൗ യൂഷ്വലി HREയുടെ വാല്യൂ വെരി സ്മോൾ ആണ് വെൻ കമ്പയർ വിത്ത് HIE. നമ്മുടെ ഇൻപുട്ട് ഇംപിഡൻസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ വാല്യൂ വളരെ ചെറുതായിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടേം HRE വി ഔട്ട് എന്ന് പറയുന്ന ടേമിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ഇൻപുട്ട് ഇംപിഡൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ when we are taking the input impedance, then only HIE will be there. HIE മാത്രമാണ് നമുക്ക് ഇവിടെ ഈ ഒരു ഇൻപുട്ട് സൈഡിൽ കിട്ടുന്നത്, ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ട് സൈഡിൽ കിട്ടുന്നത്. ഓക്കെ, now we can say the input impedance of transistor base like this. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? The input impedance of transistor base as Zin, that is the base, equal to, we can represent it as ZB, that is equal to HIE. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നൗ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഏത് സർക്യൂട്ടാണ്? സർക്യൂട്ട് വിത്ത് ബൈപ്പാസ് കപ്പാസിറ്റർ ആണ്. സോ നമുക്ക് RE റെസിസ്റ്റൻസ് ഇല്ല. ഇനി നമ്മൾ RE റെസിസ്റ്റൻസ് ഉള്ള സർക്യൂട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ സർക്യൂട്ട് വിത്തൗട്ട് ബൈപ്പാസ് കപ്പാസിറ്റർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, വി ക്യാൻ റൈറ്റ് we can neglect HRE V out. Then we have V in is equal to, we can write HIE IB plus IERE. നമ്മൾ ഈ ഒരു സർക്യൂട്ട് വെച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, V in equal to HIE IB plus IERE. IE is the current flowing through RE. REയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് IE എന്ന് പറയുന്നത്. HIയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് IB എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ ഈ ഒരു ലൂപ്പിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻപുട്ട് ലൂപ്പിൽ നമ്മൾ KVL അപ്ലൈ ചെയ്തിട്ടാണ് ഈ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുള്ളത്. ഓക്കെ, നൗ വാട്ട് ഈസ് IE? IE എന്ന് പറയുന്നത് എന്താണ്? IE എന്ന് പറയുന്നത് IB പ്ലസ് IC ആണ്. IE എന്ന് പറയുന്നത് ഇതിലൂടെ വരുന്ന IB പ്ലസ് ഇതിലൂടെ വരുന്ന IC ആണ്. ഓക്കെ, സോ വി ക്യാൻ സിംപ്ലി റൈറ്റ് IB ഈസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാം? IE ഈസ് ഈക്വൽ ടു IB പ്ലസ് IC എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഈ രീതിയിൽ എഴുതാൻ പറ്റും. അതേപോലെ തന്നെ IC എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് HFE IB ആയിട്ടും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് വാല്യൂസ്. HIE IB പ്ലസ് RE into IB plus IC IB HIE IB RE. Instead of IC we can write HFE IB. Okay, HFE IB RE. Okay, now we can simply write V in is equal to IB എല്ലാത്തിലും ഉണ്ട്, so we can take IB as common. HIE plus RE into 1 plus HFE. ഓക്കെ, ഇനി ഈ ഒരു ഇക്വേഷനിൽ നിന്നും നമുക്ക് ഇൻപുട്ട് ഇംപിഡൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് എങ്ങനെ വരും? ZB equal to V in by IB. Okay, that can be written as IB into HIE plus RE into 1 plus HFE. Okay, divided by IB.
So we will simply get ZB is equal to HIE plus RE into 1 plus HFE. ഈ രീതിയിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇൻപുട്ട് ഇംപിഡൻസ് കിട്ടും. ഓക്കെ, അത് ആക്ച്വൽ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് ആക്ച്വൽ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഇൻപുട്ട് ഇംപിഡൻസിന് നമുക്ക് ഈ ZB എന്ന് പറയുന്നത് ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ട് ഇംപിഡൻസ് ആണ് ഇത്. ഓക്കെ, നമ്മുടെ ആക്ച്വൽ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഈസ് R1 പാരലൽ R2 പാരലൽ ZB. So we can write, we have Zin is equal to R1 parallel R2 parallel ZB. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ടോട്ടൽ ഇൻപുട്ട് ഇംപിഡൻസ് അല്ലെങ്കിൽ ആക്ച്വൽ ഇൻപുട്ട് ഇംപിഡൻസ് ആണ് Zin എന്ന് പറയുന്നത്. നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ട് ഇംപിഡൻസ് ആണ് ZB എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്ക് ഇൻപുട്ട് ഇംപിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഔട്ട്പുട്ട് ഇംപിഡൻസ് ആണ്. ഓക്കെ, ഔട്ട്പുട്ട് ഇംപിഡൻസ് വി ക്യാൻ റൈറ്റ് ഔട്ട്പുട്ട് impedance. Okay, let's calculate output impedance. ഇനി ആദ്യം നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു സർക്യൂട്ടിൽ നമ്മുടെ ഈക്വാലന്റ് സർക്യൂട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ഇൻപുട്ട് വോൾട്ടേജിനെ അഫക്റ്റ് ചെയ്യുന്നത് വളരെ കുറച്ചാണ്. അതായത് കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ഔട്ട്പുട്ട് വോൾട്ടേജിൽ വേരിയേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒരു ചെറിയ എഫക്റ്റ് മാത്രമേ ഇൻപുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജിന് ഉണ്ടാക്കുകയുള്ളൂ. ഓക്കെ, ഫീഡ്ബാക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഔട്ട്പുട്ട് ഇംപിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജ് മാത്രമാണ് നമ്മൾ ഔട്ട്പുട്ട് ഇംപിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അത് ഒരു പോയിന്റ്. ഓക്കെ, ദെൻ ഇനി നമ്മൾ ഈ ഒരു സർക്യൂട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സർക്യൂട്ടിലേക്ക് നമ്മൾ ലുക്ക് ബാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡയറക്ഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിയർ യു ക്യാൻ സി ഒരു ലാർജ് ഔട്ട്പുട്ട് ഇംപിഡൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. 1/HOE എന്ന് പറയുന്ന ലാർജ് ഔട്ട്പുട്ട് ഇംപിഡൻസ് കാണാൻ പറ്റും. ഓക്കെ, ഇത് തന്നെയാണ് നമ്മളുടെ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് ഇംപിഡൻസ് ZC ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ദ ഔട്ട്പുട്ട് ഇംപിഡൻസ് of the device as, okay, so output impedance of the device as ZC is equal to 1/HOE. ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇനി ആക്ച്വൽ ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് ആക്ച്വൽ ഔട്ട്പുട്ട് impedance can be written as Z out is equal to 1/HOE parallel RC. 1/HOE parallel RC ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹിയർ യു ക്യാൻ സി നമ്മുടെ ZC എന്ന് പറയുന്നത് 1/HOE ആണ്. ആക്ച്വൽ ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് Z out എന്ന് പറയുന്നത് HOE പാരലൽ RC ആണ്. ഇവിടെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് എന്താണ്? ZB പാരലൽ R1 പാരലൽ R2 ആണ് Zന് ഉണ്ടായിരുന്നത്. ഓക്കെ, നമ്മുടെ Z out എന്ന് പറയുമ്പോൾ 1/HOE പാരലൽ RC വരും. ഓക്കെ, അതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. സോ വി ക്യാൻ റൈറ്റ് ദ ഔട്ട്പുട്ട് ഇംപിഡൻസ് ഓഫ് ദ ഡിവൈസ്, that is the transistor, can be written as this, and the actual output impedance can be written as Z out. ഓക്കെ, ഇനി ഇതിൽ ഒരു അസംഷനും കൂടെ നമുക്ക് നടത്താൻ പറ്റും. അതായത് നമ്മളുടെ 1/HOE എന്ന് പറയുന്നത് typically 1/HOE will be approximately equal to 1 mega ohm. 1 mega ohm ടേംസിലാണ് ഉണ്ടാകുന്നത്. and this RC is very less than 1 mega ohm.
1 മെഗാ ഓമിലൂടെ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് റെസിസ്റ്റൻസിൻ്റെ പാരലൽ എടുക്കുന്ന ടൈമിൽ നമുക്ക് കിട്ടുന്ന സെഡ് ഔട്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? രണ്ട് റെസിസ്റ്ററിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, സോ വി ക്യാൻ അപ്രോക്സിമേറ്റ് സെഡ് ഔട്ട് ആസ് ആർ സി. നമുക്ക് ആർ സി എന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു വലിയ റെസിസ്റ്റൻസും ഒരു ചെറിയ റെസിസ്റ്റൻസും പാരലലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്ന അപ്രോക്സിമേറ്റ്ലി ചെറിയ റെസിസ്റ്റൻസിൻ്റെ ആ ഒരു റേഞ്ചിലായിരിക്കും. ഓക്കെ, സോ വി ക്യാൻ സേ അവർ ഔട്ട്പുട്ട് ഇംപിഡൻസ് ആസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആർ സി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഔട്ട്പുട്ട് ഇംപിഡൻസിൻ്റെ കാൽക്കുലേഷനിൽ പറയാനുള്ളത്. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് വോൾട്ടേജ് ഗെയിൻ ആണ്. സോ വി ക്യാൻ റൈറ്റ് വോൾട്ടേജ് ഗെയിൻ. Okay, voltage gain. So we can calculate voltage gain. Now voltage gain എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? It is the ratio of output voltage to input voltage. Okay, that is, we can write AV is equal to V out divided by V in. Okay, now V out എന്ന് പറയുന്നത് we can write minus IC ZAC divided by V in എന്ന് പറയുന്നത് IB Z in. Okay, now this can be represented as minus IC ZAC എന്ന് പറയുന്നത് RC parallel RL ആണ്. Then IB into HIE. HIE ആണ് നമ്മുടെ Z in എന്ന് പറയുന്നത്. Okay, so this can be again simplified. നമുക്ക് IC-ക്ക് പകരം HFE IB എന്ന് എഴുതാൻ പറ്റും. So HFE IB into RC parallel RL divided by IB HIE. Okay, now this can be represented as, that is, AB can be represented as minus HFE by HIE RC parallel RL. ഈ ഒരു രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. വോൾട്ടേജ് ഗെയിൻ AV ഈസ് ഈക്വൽ ടു. ഓക്കെ, ഈ ഒരു കേസിൽ നമ്മുടെ മൈനസ് സൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് ആണ് വെൻ കമ്പയറിംഗ് വിത്ത് ഇൻപുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് വോൾട്ടേജുമായിട്ട് കമ്പയർ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് സിഗ്നൽ ആണ്. ഓക്കെ, അതാണ് 180 ഡിഗ്രി നമ്മുടെ മൈനസ് സൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ വി ക്യാൻ റൈറ്റ് മൈനസ് റെപ്രസെൻറ്റ് 180 degree phase shift of output with respect to input. Okay, ഇപ്പോൾ നമ്മൾ ഈ കൺസിഡർ ചെയ്തിട്ടുള്ളത് നമ്മളുടെ സർക്യൂട്ട് വിത്ത് ബൈപ്പാസ് കപ്പാസിറ്റർ ആണ്. ഓക്കെ, ഇനി നമ്മൾ വിത്തൗട്ട് ബൈപ്പാസ് കപ്പാസിറ്റർ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു സർക്യൂട്ടിൻ്റെ വോൾട്ടേജ് ഗെയിൻ ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഒരു സർക്യൂട്ടിൽ നമ്മൾ ഈ HR V out നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് ഇൻപുട്ട് ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഓക്കെ, നൗ if we are considering the circuit without bypass capacitor and neglecting HRE V out, input loop can be written as V in is equal to IB HIE plus ICRE. That can be written as IB
HIE plus RE into, this is IERE, okay, IB plus IC. IE എന്ന് പറഞ്ഞാൽ IB plus IC ആണ്. Okay. Now this can be equated to IB HIE plus RE IB 1 plus HFE. നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ ഇങ്ങനെ കിട്ടും. Okay. So we can simply write IB കോമൺ ആക്കി എടുക്കാം. IB into HIE plus RE into 1 plus HFE. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ. നൗ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ വോൾട്ടേജ് ഗെയിൻ കണ്ടെത്താൻ പറ്റും? നൗ വോൾട്ടേജ് ഗെയിൻ ക്യാൻ ബി റിട്ടൺ ആസ് voltage gain AV can be written as AV equal to V out by V in. Okay, that can be written as V out എന്ന് പറയുന്നത് IC into RC parallel RL divided by നമ്മുടെ V in എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, that is IB into HIE plus RE into 1 plus HFE ആണ് നമ്മുടെ V in എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്കറിയാം IC എന്ന് പറയുന്നത് HFE IB ആണ്. HFE IB ആണ്. So we can substitute this value of IC here. So we can write minus HFE IB into RC parallel RL divided by IB HIE plus RE 1 plus HFE. Okay, now we can simply write AV is equal to minus HFE into RC parallel RL divided by HIE plus RE into 1 plus HFE. ഈ രീതിയിൽ നമുക്ക് വോൾട്ടേജ് ഗെയിനിന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യൂഷ്വലി RE into 1 plus HFE is very very greater than HIE. So therefore നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ HIE എന്ന് പറയുന്ന ടൈം വളരെ ചെറുതാണ്. സോ വി ക്യാൻ സിംപ്ലി റൈറ്റ് AV is equal to, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ 1 plus HFE വരും. ഓക്കെ, RE plus RE HFE വരും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 plus HFE എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? HFE എന്ന് എഴുതാൻ പറ്റും. സോ HFE ക്യാൻസൽ ചെയ്ത് പോവും. HFE. So we can simply write minus RC parallel RL divided by RE. ഈ ഒരു രീതിയിൽ നമുക്ക് വോൾട്ടേജ് ഗെയിനിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. Okay, so the voltage gain can be represented like this for the circuit which is having RE resistance. അതായത് നമ്മളുടെ ബൈപ്പാസ് കപ്പാസിറ്റർ ഇല്ലാത്ത സർക്യൂട്ടിന്റെ വോൾട്ടേജ് ഗെയിൻ ആണ് ഈ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അതായത് നമ്മുടെ RE റെസിസ്റ്റൻസ് H പാരാമീറ്റർ മോഡലിൽ വരുന്ന സർക്യൂട്ടിൽ, RE റെസിസ്റ്റൻസ് വരാത്ത സർക്യൂട്ടിൽ വിൽ ഗെറ്റ് the equation like this, minus HFE by IE into RC parallel RL. ഓക്കെ, ഈ രീതിയിലാണ് നമുക്ക് അതിൽ കിട്ടുന്നത്. ഈ ഒരു കേസിൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കറണ്ട് ഗെയിൻ ആണ്. സോ നൗ കാൽക്കുലേറ്റ് കറണ്ട് ഗെയിൻ. ഓക്കെ, നൗ കാൽക്കുലേറ്റ് കറണ്ട് ഗെയിൻ. കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ of output current to input current. Current gain എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കറണ്ടിന്റെയും ഇൻപുട്ട് കറണ്ടിന്റെയും റേഷ്യോ ആണ്. സോ വി ക്യാൻ സിംപ്ലി റൈറ്റ് AI എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് IL, ദാറ്റ് ഈസ് ദ ഔട്ട്പുട്ട് കറണ്ട്, ഡിവൈഡഡ് ബൈ IB, ദാറ്റ് ഈസ് ദ ഇൻപുട്ട് കറണ്ട്. ഓക്കെ, സോ വി ക്യാൻ സിംപ്ലി റൈറ്റ് IL എന്ന് പറയുന്നത് മൈനസ് IC ആണ്, divided by IB, that is equal to HFE. നമ്മളുടെ ഇക്വേഷനിൽ നിന്ന് നമുക്കറിയാം അല്ലേ? നമുക്കറിയാം IC is equal to HFE IB ആണ്. സോ വി ക്യാൻ സിംപ്ലി റൈറ്റ് IC by IB is equal to HFE എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷന് നമ്മളുടെ രണ്ട് സർക്യൂട്ടിനും ബാധകമാണ്. അതായത്
RE റെസിസ്റ്റൻസ് വരുന്ന സർക്യൂട്ടിനും RE റെസിസ്റ്റൻസ് ഇല്ലാത്ത H പാരാമീറ്റർ ഇക്വാലന്റ് സർക്യൂട്ടിനും ഈ ഔട്ട്പുട്ട് ഈ ഒരു കറണ്ട് ഗെയിനിന്റെ ഇക്വേഷൻ സാറ്റിസ്ഫയബിൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു എക്സ്പ്രഷൻ രണ്ട് സർക്യൂട്ട്സിനും ട്രൂ ആണെന്ന് പറയാം. ഓക്കെ, പക്ഷെ നമുക്ക് കണ്ടെത്തേണ്ടത് ഡിവൈസ് കറണ്ട് ഗെയിൻ ആണ്. നമുക്ക് ഡിവൈസ് കറണ്ട് ഗെയിൻ ആണ് കണ്ടെത്തേണ്ടത്. നമ്മൾ ഈ ഒരു സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ H പാരാമീറ്റർ ഇക്വാലന്റ് സർക്യൂട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിയർ യു ക്യാൻ സി നമ്മളുടെ IS കറണ്ട്, നമ്മളുടെ സോഴ്സ് കറണ്ട് എന്ന് പറയുന്നത് ഈ ഒരു RB എന്ന് പറയുന്നത് R1 R2 ഇക്വാലന്റ് റെസിസ്റ്റൻസ് ആണ്. R1 R2ന്റെ ഇക്വാലന്റ് റെസിസ്റ്റൻസിനെയാണ് നമ്മൾ RB എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഈ IS കറണ്ട് ആണ് RBയിലൂടെയും അതേപോലെ നമ്മുടെ ഇൻപുട്ട് ഇംപിഡൻസ് ZBയിലൂടെയും ഡിവൈഡ് ചെയ്ത് വരുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് വേണം? നമുക്ക് IB കണ്ടെത്തണം. നമുക്ക് IB അതായത് നമ്മളുടെ ബേസ് ടെർമിനലിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് നമുക്ക് കണ്ടെത്തണം. ഓക്കെ, സോ എൻ്റയർ കറണ്ട് IS ആണ് നമ്മളുടെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് RBയിലൂടെയും അതുപോലെ ZBയിലൂടെയും ഡിവൈഡ് ചെയ്ത് വരുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി IB നമുക്ക് കണ്ടെത്തണം. ഓക്കെ, IB നമുക്ക് കണ്ടെത്തണം. IB കണ്ടെത്തി കഴിഞ്ഞാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് എൻ്റയർ കറണ്ട് ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വി ക്യാൻ സിംപ്ലി റൈറ്റ് now we can write base current IB is equal to IS into RB divided by RB plus ZB. Okay, and IC equal to HFE IB. So we can write IC is equal to HFE IS RB divided by RB plus ZB. Now we can write current gain without external load R. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? AI is equal to minus IC by IS. That can be written as HFE RB divided by RB plus ZB. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ലോഡ് റെസിസ്റ്റൻസ് RL ഇല്ല എന്നുണ്ടെങ്കിൽ കറണ്ട് ഗെയിൻ ഈ രീതിയിൽ വരും. Now if there is load resistance, current gain with external load RL ഉണ്ടെങ്കിൽ we can simply write AI is equal to IL by IS. Okay, that can be written as minus HFE RB into RC divided by RC plus RL into RB plus ZB. ഈ ഒരു രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം IL എന്ന് പറയുന്നത് എന്താണ്? IC RC ഡിവൈഡഡ് ബൈ RC പ്ലസ് RL ആണ്. ഈ ഒരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുക. അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ILന്റെ വാല്യൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് പവർ ഗെയിൻ ആണ്. ഓക്കെ, പവർ ഗെയിൻ. So power gain can be simply written as AP. Okay, that is equal to voltage gain into current gain. നമുക്ക് ഈ രീതിയിൽ പവർ ഗെയിനിനെ എഴുതാൻ പറ്റും. പവർ ഗെയിൻ can be written as AP and that is equal to voltage gain into current gain. ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്? ആദ്യം നമ്മൾ എന്ത് ചെയ്തു?
നമ്മൾ ഇൻപുട്ട് ഇംപിഡൻസ് കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ദെൻ വി ഹാവ് കാൽക്കുലേറ്റഡ് ഔട്ട്പുട്ട് ഇംപിഡൻസ്. അതിനുശേഷം നമ്മൾ വോൾട്ടേജ് ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ കറണ്ട് ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്തു. സോ ഫൈനലി വോൾട്ടേജ് ഗെയിനും കറണ്ട് ഗെയിനും കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് പവർ ഗെയിൻ. ഓക്കെ, ഇത്രയാണ് ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. ഓക്കെ, സോ ഗെയിൻ ആൻഡ് ഇംപിഡൻസ് കാൽക്കുലേഷൻ യൂസിങ് എച്ച് പാരാമീറ്റർ AC ഇക്വാലന്റ് സർക്യൂട്ട് ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് ദിസ് സെഷൻ ഈസ് ഹെൽപ്ഫുൾ ഫോർ യു. സീ യു ഇൻ ദ നെക്സ്റ്റ് session.